ഓക്കെ, കലോട്ടസിൻ്റെ ടൈപ്പ് സ്റ്റഡിയിൽ നമ്മൾ നേരെ ഇനി സിസ്റ്റം അനാറ്റമി ഫിസിയോളജിയിലേക്ക് പോവാണ്. നമ്മുടെ ബോഡിയുടെ പ്രധാനമായിട്ടുള്ള ബോഡി സിസ്റ്റംസ് ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ അനാറ്റമി ഫിസിയോളജി പാർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അവിടെ കാണുന്നത് പോലെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കലോട്ടസ് വേഴ്സിക്കോള. ഓക്കെ, പ്രധാനമായിട്ടും ഏതൊരു ഓർഗാനിസത്തിൻ്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് കമ്പോണൻ്റാണ് ഉണ്ടാവുക. ഒന്ന് സ്ട്രക്ചറൽ വേസ് എലിമെൻ്ററി കനാലാണ്. ഈ എലിമെൻ്ററി കനാലുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഫിസിയോളജിയിൽ വരുന്നത് ഡൈജഷനാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഏത് ഓർഗാനിസം എടുക്കുകയാണെങ്കിലും രണ്ട് കമ്പോണൻ്റ് ആണ് ഉണ്ടാവുക. ഒന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എലിമെൻ്ററി കനാലാണ്, മൗത്ത് തൊട്ട് ആനസ് വരെയുള്ള പോർഷൻ. ഓക്കെ, അനാട്ടമിക്കൽ പോർഷൻ. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഡൈജസ്റ്റീവ് ഗ്ലാൻസ് വിച്ച് സെക്രീറ്റ്സ് ദി ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ആ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉപയോഗിച്ചിട്ടുള്ള ഡൈജഷൻ ആണ് ഡൈജസ്റ്റീവ് ഫിസിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എലിമെൻ്ററി കനാൽ ദ ഫസ്റ്റ് കമ്പോണന്റ് എടുക്കുകയാണെങ്കിൽ അത് എലിമെൻ്ററി കനാലാണെന്ന് പറഞ്ഞു. എലിമെൻ്ററി കനാൽ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റും എന്താണ്, ഇറ്റ്സ് എ കോയിൽഡ് ട്യൂബ് ബിറ്റ്വീൻ മൗത്ത് ആൻഡ് ക്ലയാക്ക. നമുക്കറിയാം ലോവർ വെർട്ടിബ്രേറ്റ്സിന്റെ കേസിൽ ആനൽ ഓപ്പണിംഗ് എന്നതിന് പകരം നമ്മൾ പറയുന്നത് എന്താണ്, ക്ലയാക്ക ആണ്. മോർഫോളജി പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞതാണ്. ക്ലയാക്ക എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള ഒരു വേറെ സ്ട്രക്ചർ ആയതുകൊണ്ടാണത്. ഓപ്പണിംഗ് somewhat looking like anus only, but it is known as the cloacal aperture and that is opening of cloaca. അപ്പോൾ ക്ലോയാക്ക എന്ന് പറയുന്നത് നമ്മുടെ റെക്റ്റം പോലെയല്ല. റെക്റ്റം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓപ്പണിംഗ് ഔട്ട് ത്രൂ ദി ആനസ്. പക്ഷേ ഇതിന്റെ കേസിൽ ആനൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഓപ്പണിംഗ് ഇൻ ടു ദി ക്ലോയാക്കയാണ്. ക്ലോയാക്ക എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമൺ ചേംബർ അറ്റ് ദ എൻഡ് വേർ ദ ഡൈജസ്റ്റീവ് ട്രാക്ട് റെക്റ്റം ഓപ്പൺസ്, ദെൻ യൂറിനോജനൈറ്റൽ സിസ്റ്റം ഓൾസോ ഓപ്പൺസ്. ഒരു കോമൺ ചേംബറിനെയാണ് നമ്മൾ ക്ലോയാക്ക എന്ന് പറയുന്നത്. ഈ ക്ലോയാക്ക എന്ത് ചെയ്യും, ഔട്ട്സൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത് ക്ലോയാക്കൽ അപ്പേർച്ചർ വഴിയാണ്. ക്ലോയാക്കൽ അപ്പേർച്ചർ ഓപ്പണിങ്ങിനെയാണ് ക്ലോയാക്കൽ അപ്പേർച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പം ക്ലോയാക്ക തൊട്ട് മൗത്ത് വരെ അല്ലെങ്കിൽ മൗത്ത് തൊട്ട് ക്ലോയാക്ക വരെയുള്ള കോയിൽഡ് ട്യൂബിന് പറയുന്ന പേരാണ് എലിമെന്ററി കനാൽ എന്നുള്ളത്. നമ്മുടെ കേസിലാണെങ്കിൽ എന്തായിരുന്നു, ആനസ് മൗത്ത്, അതാണ്. ഓക്കെ, ആ ഒരു കമ്പോണന്റ് പറയുകയാണെങ്കിൽ ഈ കോയിൽഡ് ട്യൂബിന് എത്ര മൗത്ത് തുടങ്ങി ക്ലോയാക്കയിൽ അവസാനിക്കണം. ഇൻ ബിറ്റ്വീൻ ആരൊക്കെയാണുള്ളത്, ഒന്ന് ബക്കൽ ക്യാവിറ്റി ആണ്, 2 ഫാരിങ്സ്, 3 ഈസോഫാഗസ്, 4 സ്റ്റൊമക്, 5 സ്മോൾ ഇൻഡസ്റ്റൈൻ, 6 ലാർജ് ഇൻഡസ്റ്റൈൻ. ദെൻ അസോസിയേറ്റഡ് ഗ്ലാൻസ് ഓൾസോ ഈസ് ദർ. വി വിൽ ബി ഡിസ്കസിങ് ഇറ്റ് ലേറ്റർ. ഓക്കെ, ഇപ്പൊ എലിമെന്ററി കനാൽ മാത്രം നമ്മൾ പറയുന്നത് കൊണ്ട് ഡൈജസ്റ്റീവ് ഗ്ലാൻസിനെ ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം മൗത്ത്, ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, ക്ലോയാക്ക. ക്ലോയാക്ക ഒഴിച്ച് ബാക്കി എല്ലാ കമ്പോണന്റും എന്താണ്, ഇറ്റ്സ് സംവാട്ട് ലുക്കിംഗ് ലൈക്ക് സിമിലർ ആസ് അസ്. ഓക്കെ, ഹ്യൂമൻ ബീങ്സ് പോലെ തന്നെ ആണ് ബാക്കി എല്ലാ കമ്പോണന്റും. ക്ലോയാക്ക മാത്രമാണ് മാറ്റം. ഓക്കെ അല്ലേ? മാമൽസ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ ക്ലോയാക്കൽ സ്ട്രക്ചർ ഉണ്ടാവും. അപ്പം ഫസ്റ്റ് പാർട്ട് മൗത്ത് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, മൗത്ത് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ദി ആൻറ്റീരിയർ ടെർമിനൽ മൗത്ത് ആണ്. ഓക്കെ, നമ്മൾ ഫിഷസിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ടെർമിനൽ മൗത്ത് കാണാൻ വേണ്ടിയിട്ട് പോലും ചില ഫിഷസിന്റെ കേസ് എന്തായിരിക്കും, ഡോർസൽ ഓപ്പണിംഗ് ആയിട്ടാണ് ഉണ്ടാവുക അല്ലേ. ചില ഫിഷസിന്റെ കേസിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഫിഷസ് കണ്ടിട്ടില്ലേ അല്ലേ, മുകളിലേക്ക് ഇങ്ങനെ ഇവിടെ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതിന്റെ കേസിൽ ടെർമിനൽ ആണ്. ടെർമിനൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം റെപ്റ്റൈൽസിന്റെ കേസിലും ടെർമിനൽ എന്ന് പറയുമ്പോൾ നമുക്ക് യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, സോ യു ഓൾസോ ഹാവ് ദ ടെർമിനൽ മൗത്ത്. നമ്മുടെ തല ഇങ്ങനെ ഒരു ഷേപ്പിലായതുകൊണ്ടാണ്, ബ്രെയിൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട്. സോ ഇറ്റ്സ് ഹാവിങ് എ ടെർമിനൽ മൗത്ത് ഓൺലി. സോ ടെർമിനൽ മൗത്ത്, ദാറ്റ് ഇസ് എ വൈഡ് ട്രാൻസ്വേഴ്സ് സ്ലിറ്റ് bounded by upper and lower jaws bearing teeth. You can find ഒരു സ്ക്ലീറോട്ടൈസ്ഡ് ആയിട്ടുള്ള ടീത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പം ജോസ് ആണ്. അപ്പർ ജോ എന്ന് പറയുന്നത് ഈ പോർഷനും ലോവർ ജോ എന്ന് പറയുന്നത് ഈ പോർഷനുമാണ്. ഈ ജോയിൽ എന്തുണ്ട്, ടീത്ത് ഞാൻ വരച്ച് കാണിക്കുന്നത് പോലെ യു ക്യാൻ സീ വൈറ്റ് പാർട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പം ടീത്തും പ്രസന്റ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ മൗത്ത് ഈസ് ഗാർഡഡ് ബൈ അപ്പർ ആൻഡ് ലോവർ ജോ and it is actually jaw is actually having the teeth in it. Clear ആണല്ലോ? Now teeth എന്ന് പറയുന്നത് എന്താണ്, it's comparatively smaller ആണ്. When you are looking at the figure you can find it. അല്ലേ, smaller ആണ്. And
ഇറ്റ് സിമിലർ ആണ്, ഒരുപോലത്തെയാണ്. ഒരുപോലത്തെ നമ്മൾ ഹോമോഡോണ്ട് എന്ന് വിളിക്കുക. നമ്മുടെ ടീത്തിനെ നമ്മൾ എന്താ വിളിച്ചുകൊണ്ടിരുന്നത്? ഹെറ്റിറോഡോണ്ട് എന്നാ പറഞ്ഞത് അല്ലെ. ഹെറ്റിറോഡോണ്ട് ആണ്. വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത്. ഇൻസിസസ് ഉണ്ട്, കനൈൻ ഉണ്ട്, പ്രീമോളാർ ഉണ്ട്, മോളാർ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഹെറ്റിറോഡോണ്ട് എന്നാണ് വിളിച്ചത്. സോ ഹിയർ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ടീത്ത് ആയതുകൊണ്ട് വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് ദി ഹോമോഡോണ്ട്. ഓക്കെ. And simple cones attached to the inner lateral sides of the jaw bones. From inner lateral sides of the inner lateral. Okay, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിൽ അതിന്റെ ഉൾവശത്തായിട്ട് you can find the teeth, and therefore it is known as the pleurodont. അല്ലേ? നമ്മുടെ കേസിൽ നമ്മൾ എന്താ വിളിച്ചത്? ടീക്കോഡോണ്ട് എന്നാണ് വിളിച്ചത്. ജോന്റെ സോക്കറ്റിന്റെ ഉള്ളിൽ ഡീപ്പായിട്ട് റൂട്ടഡ് ആയിട്ടുള്ള ടീത്താണ് നമ്മളത്. അതുകൊണ്ട് നമ്മൾ എന്താ വിളിച്ചത്? ടീക്കോഡോണ്ട് എന്നാണ് വിളിച്ചത്. ഇതിന്റെ കേസിൽ എവിടെയാണ് ടീത്ത് കാണുന്നത്? ദേ ആർ ആക്ച്വലി എ കോൺ ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഈസ് അപ്പിയറിംഗ് അറ്റാച്ച്ഡ് ടു ദ ഇന്നർ ലാറ്ററൽ സൈഡ് ഓഫ് ദ ജോ ബോൺസ്, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദി പ്ലൂറോഡോണ്ട് ഡെന്റേഷൻ. മനസ്സിലാകണം, വിട്ടുപോകരുത്. പ്ലൂറോഡോണ്ട് ഡെന്റേഷനും ഹോമോഡോണ്ട് ഡെന്റേഷനും. അപ്പം കലോട്ടസിന്റെ കേസിലുള്ള ടീത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഹോമോഡോണ്ട് ആൻഡ് പ്ലൂറോഡോണ്ട്. ഡിസ്ക്രൈബ് അബൌട്ട് ദ ടീത്ത് ഓഫ് കലോട്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വാക്കുകളായിരിക്കണം നിങ്ങൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതുന്നത്. ഹോമോഡോണ്ടും പ്ലൂറോഡോണ്ടും. നൗ ദ ടീത്തിന്റെ സ്ട്രക്ചറിലേക്ക് പോവാണെങ്കിൽ ഈച്ച് ടീത്ത് ഹാസ് എൻ എനാമൽ ക്യാപ്പ് എക്സ്റ്റേണലി ആൻഡ് ഇറ്റ് വിൽ ഹാവ് എൻ ഇന്നർ ഓർത്തോഡെൻഡൈൻ. ഓക്കെ, നമ്മുടെ കേസിലുള്ളത് പോലെ തന്നെ എനാമൽ ഉണ്ട്, ഡെൻഡൈൻ ഉണ്ട്, ദെൻ ദർ ഈസ് എ പൾപ്പ് ക്യാവിറ്റി. അതുപോലെ തന്നെ ഇതിന്റെ കേസിലും ഒരു എക്സ്റ്റേണൽ ഇനാമൽ കവറിംഗ് ഉണ്ടാവും, ആൻഡ് ഇന്നർ ടു ദാറ്റ് ഈസ് ദർ ഓർത്തോഡെൻഡൈൻ. ഡെൻഡൈൻ ആണ് ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഓർത്തോഡെൻഡൈൻ എൻക്ലോസസ് എ ലാർജ് പൾപ്പ് ക്യാവിറ്റി. നൗ സൈസ് ഓഫ് ദ ടീത്ത് വേരീസ് in different regions of the jaws. Similar എന്ന് പറയുന്നത് it's not based on the size. എന്താണ്? It's actually based on the structure. ഇപ്പോൾ നമ്മൾ കനൈൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിലും നമ്മുടെ ഇൻസിസേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിലും സൈസ് ഒക്കെ സെയിം ഓൾമോസ്റ്റ് ആണ്. പക്ഷേ എന്താ ഹൈറ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം സൈസ് ആണ്. പക്ഷെ എന്താണ് അതിന്റെ സ്ട്രക്ചറലി ദേ ആർ ഡിഫറെന്റ് അല്ലേ? അതുപോലെ ഇതിന്റെ കേസിൽ ഹോമോഡോണ്ട് എന്ന് പറയാൻ സ്ട്രക്ചറലി ദേ ആർ ലുക്കിംഗ് ലൈക്ക് സെയിം, ബട്ട് height എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി വേരിയിങ്. ഓക്കെ, ഹൈറ്റ് വിൽ ബി വേരിയിങ്. സോ സൈസ് ഓഫ് ദ ടീത്ത് വേരീസ് ഇൻ ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ദി ജോസ്. സോ ദേ ആർ കർവ്ഡ് പോസ്റ്റീരിയർലി ആൻഡ് നോട്ട് യൂസ്ഡ് ജോസ്. ഇനി ഇതിന്റെ പൊസിഷൻ നോക്കാം നിങ്ങൾ. ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ഇങ്ങോട്ടാണ് അതിന്റെ ഒരു ചെരിവ്. ചെറുതായിട്ടാണെങ്കിലും ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ് അല്ലേ? ഇങ്ങനെയാ ചെരിവ്. നോക്കിയാൽ നിങ്ങൾ ഇങ്ങോട്ടാണ് അതിൻ്റെ പൊസിഷൻ കമ്പാരിറ്റീവ്ലി ഇങ്ങോട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പം പോസ്റ്റീരിയർലി കേർവ്ഡ് ആണ്. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി കേർവ്ഡ് പോസ്റ്റീരിയർലി. ഇനി ഇത് ചവക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല, മറിച്ച് ഒരു സംവാട്ട് പ്രൊട്ടക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ കട്ടിങ്ങിനോ അങ്ങനെയൊക്കെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിനെ ഉപയോഗിക്കുക. സോ ദേ ആർ കേർവ്ഡ് പോസ്റ്റീരിയർലി ആൻഡ് ദേ ആർ നോട്ട് അറ്റ് ഓൾ യൂസ്ഡ് ഫോർ ദി മാസ്റ്റിക്കേഷൻ. ചവക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, നൗ മൗത്ത് എങ്ങോട്ട് പോകുന്നു? മൗത്ത് ലീഡ്സ് ഇൻ ടു, മൗത്ത് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഈ ഓപ്പണിങ് സ്ലിറ്റിനെ മാത്രമാണ് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ അപ്പർ ലിപ്പും ലോവർ ലിപ്പും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എന്താണോ കാണുന്നത് അതാണ് മൗത്ത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതല്ല, ഈ സ്ലിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൗത്ത് എന്ന് വിളിക്കുന്നത്. അപ്പം സ്ലിറ്റ് കഴിഞ്ഞാൽ എന്താണ് കാണുന്നത്? ദാറ്റ് ഈസ് ആക്ച്വലി ബക്കൽ ക്യാവിറ്റി. ഓക്കെ, നിങ്ങൾ വായ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത്, ഈ മൗത്ത് തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് എന്താണ്? അപ്പർ ലിപ്പും ലോവർ ലിപ്പും സെപ്പറേറ്റ് ചെയ്താൽ കാണുന്നത് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി ബക്കൽ ക്യാവിറ്റി. അതാണ് മൗത്ത് ലീഡ്സ് ഇൻ ടു എ നാരോ ബക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ വിച്ച് വൈഡൻസ് പോസ്റ്റീരിയർലി. വൈഡൻസ് പോസ്റ്റീരിയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആന്റീരിയർ എൻഡ് ആണ് ഇത്. ഇപ്പൊ ഇത് ആന്റീരിയർ എൻഡ് ആയിട്ട് കാണിക്കുമ്പോൾ ഇത് ആന്റീരിയർ എൻഡ്. ഇപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് അതിനുണ്ടാവുക. ഓക്കെ, നിങ്ങൾ അപ്പം പോസ്റ്റീരിയർ പോർഷനിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? വൈഡ് ആയിട്ട് വരുന്നു അല്ലെ? അപ്പം ഇവിടെയുള്ള വീതിയല്ല ഇവിടെയുള്ള വീതി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി വൈഡൻസ് പോസ്റ്റീരിയർലി. പോസ്റ്റീരിയർ സൈഡിലേക്ക് പോകുന്തോറും വീതി കൂടി വരുന്ന മൗത്താണ്. നമ്മളതാണെങ്കിലോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഹാവിങ് ദ സെയിം അല്ലേ? ഈ ടിപ്പിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ചെറിയൊരു മാറ്റം ഉണ്ടാവുക. നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, വായ തുറന്ന് നോക്കിയാൽ മതി. ബാക്കി എല്ലാ റീജിയനിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും. സോ ഇൻ ഇറ്റ്സ് റൂഫ് ദർ ഓപ്പൺസ് ടു സ്മോൾ ഓപ്പണിംഗ്, that is known as the internal nares. Okay,
ഇന്റേണൽ നെയേഴ്സ്, ഒരു ചെറിയ ഓപ്പണിങ് നമ്മൾ റൂഫിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, റൂഫ് ഫിഗർ ഇല്ലാത്തത് കൊണ്ടാണ്, ഫ്ലോർ മാത്രമേ ഫിഗർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം റൂഫിൽ നമ്മൾ ഈ നോസ്ട്രിൽ ഉണ്ടല്ലോ, ഇത് എക്സ്റ്റേണൽ നോസ്ട്രിൽ അല്ലേ, എക്സ്റ്റേണൽ നെയേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ നോസ്ട്രിൽ, ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇവിടെ ഓപ്പൺ ആകുന്നുണ്ട്, രണ്ട് ചെറിയ ഓപ്പണിംഗ് ആയിട്ട് റൂഫിൽ ഇങ്ങനെ ഓപ്പൺ ആവും. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ നെയേഴ്സ് അല്ലെങ്കിൽ ഇന്റേണൽ നോസ്ട്രിൽ എന്ന് പറഞ്ഞാലും യാതൊരു കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? Now, while on its floor lies a median muscular protrusible tongue. അല്ലെ, പ്രൊട്രൂസിബിൾ എന്നുള്ള വാക്ക് നിങ്ങൾ പണ്ടേ കേട്ടതാണ്. ഈവൻ ഇൻവെർട്ടിബ്രേറ്റ്സ് അല്ലെങ്കിൽ നോൺ കോഡേറ്റ പഠിക്കുമ്പോഴും കേട്ടതാണ് അല്ലെ. പുറത്തേക്ക് തള്ളി പുറത്തേക്ക് വിട്ടിട്ട് അതേ സ്പീഡിൽ തിരിച്ചിങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്രൊട്രൂസിബിൾ എന്ന് വിളിക്കുന്നത് അല്ലെ. തള്ളി അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള സ്ട്രക്ചർ, അങ്ങനെയുള്ള ടങ് ആണ്. സോ നിങ്ങളെ ടങ് ഇങ്ങനെ ആക്കാൻ പറ്റും, പക്ഷെ അത് തള്ളി പുറത്തേക്ക് വിടുകയല്ല, മറിച്ച് അത് തെറിപ്പിക്കുകയാണ്, അങ്ങ് ദൂരത്തേക്ക് പോയിട്ട് ഇറ്റ് ക്യാൻ ക്യാപ്ചർ ഇറ്റ്സ് പ്രേ. നിങ്ങൾ പണ്ടേ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് ഇതിന്റെ ഇരപ്പെടുത്തം അങ്ങനെയാണെന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. Protrusible tongue ഉണ്ട്. Now its posterior end is attached while the anterior end is free and is actually slightly notched. Notched എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു അപ്പിയറൻസ് ആണ്. ഇപ്പം മോഡേൺ ആയിട്ടുള്ള ചില അല്ലേ ഭയങ്കര നമ്മുടെ ബോഡിയിലൊക്കെ ഭയങ്കരമായിട്ട് വൈകൃതങ്ങൾ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഓക്കെ, അവർ ഈ നാവിങ്ങനെ മുറിച്ചിട്ട് 2 അറ്റാക്ക് നോച്ച്ഡ് ആയിട്ടുള്ള നാവായിട്ടായിട്ട് മാറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരെ. ഓക്കെ, അപ്പം ഇതിനെയാണ് നോച്ച്ഡ് ടങ് എന്ന് വിളിക്കുന്നത്. സോ ദേ ആർ സ്ലൈറ്റ്ലി നോച്ച്ഡ് അറ്റ് ദ ആന്റീരിയർ ടിപ്പ്. പോസ്റ്റീരിയർലി ഇത് ഫിക്സ്ഡ് ആണ്, ആന്റീരിയർലി ഫ്രീ ആണ്, അതേസമയം തന്നെ സ്ലൈറ്റ്ലി നോച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറുമാണ് ടങ് എന്ന് പറയുന്നത്. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു ഡ്രോ ദിസ് ഫിഗർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അത് ചോദിക്കുന്നതൊന്നല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇവിടെ വെച്ചെന്നുള്ളൂ. നൗ ഫാരിങ്സിലേക്ക് പോവാം. അപ്പം ബക്കൽ കാവിറ്റി എന്ന് പറയുന്നത് that will be opening into a common passage for both respiratory and digestive tract system, and that is known as the pharynx. ഒരു funnel shaped ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പം അത് കോമൺ പാസേജ് ആണ് എന്തിനു വേണ്ടിയിട്ട്, റെസ്പിറേറ്ററി സിസ്റ്റത്തിനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും ഉള്ള ഒരു കോമൺ പാസേജ് ആണ്. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി ഷോസ് മിഡ് വെൻട്രൽ സ്ലിറ്റ് ലൈക്ക് ഗ്ലോട്ടിസ് യു ക്യാൻ സീ. ക്ലിയർ ആണല്ലോ? മിഡ് വെൻട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷനിലായിട്ട്, ഓക്കെ, വായയുടെ നടുവിലായിട്ട്, അതാണ് മിഡ് വെൻട്രൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോവർ സൈഡ് ഫ്ലോർ എന്നുള്ള അർത്ഥത്തിലാണ് വെൻട്രൽ സൈഡ് ഉപയോഗിക്കുന്നത് ഇവിടെ. അപ്പൊ അവിടെ എന്തുണ്ട്, ഗ്ലോട്ടിസ് ഉണ്ട്, ആക്ച്വലി ദി ഓപ്പണിംഗ് ഓഫ് ദി റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പം ഗ്ലോട്ടിസ് ഈസ് ദർ, സ്ലിറ്റ് ലൈക്ക് ഗ്ലോട്ടിസ് ഈസ് ദർ, ദാറ്റ് ഈസ് പ്രസന്റ് ഓൺ ദ മിഡ് വെൻട്രൽ സൈഡ് ഓഫ് ദി ഫാരിങ്സ്. നൗ ദ ലാറ്ററൽ പെയർഡ് സ്റ്റേക്കിയൻ ട്യൂബ്സ്, നമ്മളറിയാം, നമ്മൾ ചെവി എന്ത് ചെയ്തിട്ടുണ്ട്, മിഡിൽ ഇയർ എന്ത് ചെയ്തിട്ടുണ്ട്, ബക്കൽ കാവിറ്റി ആയിട്ട് പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഭാഗത്തോടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ യൂസ്റ്റേക്കിയൻ ട്യൂബ്സ് എന്ന് വിളിച്ചത്. സെയിം പേര് തന്നെ, യൂസ്റ്റേക്കിയൻ ട്യൂബ്സ് തന്നെയാണ് ഇവിടെ കാണുന്നത്. യു ക്യാൻ ഫൈൻഡ് ഹിയർ. അപ്പം ഈ ടിമ്പാനത്തിന്റെ അപ്പുറത്തുള്ള പ്രഷർ ഇപ്പുറമുള്ള പ്രഷറുമായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൗത്തിലേക്ക് അല്ലെങ്കിൽ ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിങ്ങിന് വിളിക്കുന്ന പേരാണ് യൂസ്റ്റേക്കിയൻ ട്യൂബ് എന്നുള്ളത്, അല്ലെങ്കിൽ യൂസ്റ്റേക്കിയൻ ഓപ്പണിംഗ് എന്നുള്ളത്, അല്ലെങ്കിൽ സ്റ്റാക്കിയൻ ഓപ്പണിംഗ് എന്നുള്ളത്, അല്ലെങ്കിൽ ട്യൂബ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പം ദാറ്റ് സ്റ്റാക്കിയൻ ട്യൂബ്സ് ഓപ്പൺസ് ഇൻ പെയർ ടു ദ ലാറ്ററൽ സൈഡ്സ് ഓഫ് ദി ഫാരിങ്സ്. ഇതൊക്കെ നമ്മൾ പണ്ടേ നമ്മളെ കേസിൽ പഠിച്ചതാണ്. അത് തന്നെ നമ്മൾ കലോട്ടസിന് വേണ്ടിയിട്ട് പഠിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. So the posterior wide opening of the gullet leading into the esophagus, കുറച്ചും കൂടെ posterior, അതായത് ഗ്ലോട്ടിസിൽ നിന്ന് കുറച്ചും കൂടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ you can find a wide opening, and that is actually the opening of the esophagus. Now coming to the esophagus. Esophagus എന്ന് പറയുന്നത് ഒരു നാരോ ചെറിയൊരു റീജിയൻ ആണ്. ഇത് ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഈ റീജിയൻ നമ്മൾ എന്ത് വിളിക്കും, ഫാരിങ്സ് എന്ന് വിളിക്കും. അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈസോഫാഗസ്. സോ ഇറ്റ്സ് എ സ്ട്രെയിറ്റ് നാരോ ട്യൂബുലാർ ഈസോഫാഗസ് that will be passing down the neck, dorsal to trachea to join the stomach. Dorsal to trachea എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്, ഇറ്റ്സ് ആക്ച്വലി ട്രക്കിയ. ഓക്കെ, അതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ എന്ത് കാണുക, ഫുഡ് പൈപ്പ് ഈസോഫാഗസ് നമ്മളെ കേസിൽ കാണാം. അതേപോലെയാണ് കലോട്ടസിന്റെ കേസിലും. യു ക്യാൻ ഇൻ ഫ്രണ്ട് എന്തായിരിക്കും, ദാറ്റ് വിൽ ബി ട്രക്കിയ. ട്രക്കിയയുടെ പിറകിലായിട്ടാണ് ഈസോഫാഗസ് കാണാൻ വേണ്ടി പറ്റുക.
ഓക്കെ ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കോഴീനെയൊക്കെ ഡ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഈസോഫാഗസും അതുപോലെ തന്നെ ട്രക്കിയുടെ പൊസിഷൻ, കോഴിയുടെ കഴുത്ത് ഡ്രസ് ചെയ്യുമ്പോഴും നോക്കിയാൽ മതി. So that's about the esophagus. Now esophagus will be opening into the stomach. Stomachന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളെയൊക്കെ സ്റ്റൊമക്ക് നമുക്കറിയാം എന്താണ്, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 regions. അതുപോലെ തന്നെ ഒരു യു അല്ലെങ്കിൽ ഒരു വളഞ്ഞ ഒരു ഷേപ്പായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അല്ലേ, 3 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഒരു കമ്പാരിറ്റീവ്ലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വൈഡ് ട്യൂബാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. 2 regions ആണ് നമ്മൾ പറയുക. ഓക്കെ, കാർഡിയാക്കും അതുപോലെ തന്നെ പൈലോറിക് സ്റ്റൊമക്കും. ഈ 2 റീജിയൻസും തന്നെ കൃത്യമായിട്ട് ഒരു ഡിസ്റ്റിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലല്ല ഇതിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ കേസിലുള്ള ഒരു ഐഡിയ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഓർമ്മിക്കാം. ഓക്കെ, ദ സ്റ്റൊമക്ക് ഈസ് an elongated wide sac like structure and it's actually with a little distinction between anterior cardiac stomach and posterior pyloric stomach. അല്ലെ, ഫ്രണ്ട് സ്റ്റൊമക്കും കൂടെ നമ്മളെ കേസിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിൻ്റെ കേസിൽ അങ്ങനെയില്ല. അപ്പോൾ പൈലോറിക് സ്റ്റൊമക്ക് ആണ് സ്മോൾ ഇൻറ്റസ്റ്റൈനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിൽക്കുന്നത്. ഓക്കെ, പൈലോറിക് സ്റ്റൊമക്ക്. നമ്മളെ കേസിൽ പാങ്ക്രിയാസ് എവിടെയാണ് കണ്ടത്? ഡിയോഡിനത്തിൻ്റെ ആ യു ഷേപ്ഡ് അല്ലെങ്കിൽ സി ഷേപ്ഡ് ആയിട്ടുള്ള വളവിൻ്റെ ഉള്ളിലേക്കാണ് പാങ്ക്രിയാസ് ഉണ്ടായിരുന്നത് അല്ലേ. ഇതിൻ്റെ കേസിൽ അങ്ങനെയല്ല, സ്റ്റൊമക്കിൻ്റെ ലോവർ സൈഡിലേക്ക് അല്ലേ, നോക്കിയാൽ നിങ്ങൾ സ്റ്റൊമക്കിൻ്റെ ലോവർ സൈഡിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ പാങ്ക്രിയാസ് അപ്പിയർ ചെയ്യുക. നമ്മൾ സാധാരണയാണെങ്കിൽ ഇവിടെയാണ് ഉണ്ടാവുക, അങ്ങനെയല്ല ഇതിൻ്റെ കേസിൽ ഇവിടെയാണ് ഇതിൻ്റെ പാങ്ക്രിയാസ് കാണുന്നത്. ഓക്കെ, ഇപ്പം പൈലോറിക് സ്റ്റൊമക്കുമായിട്ട് ഏകദേശം അറ്റത്താണ് ഇത് കിടക്കുന്നത്. Now ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരികയാണെങ്കിൽ പൈലോറിക് സ്റ്റൊമക്ക് നേരെ ഓപ്പൺ ചെയ്യുന്നത് ഡിയോഡിനത്തിലേക്കാണ്. ഓക്കെ, ഈ ഡിയോഡിനത്തിൽ എന്തുണ്ട്? ഇവിടെ ഒരു യു ക്യാൻ ഫൈൻഡ് എ സ്ഫിങ്ക്റ്റർ. ഓക്കെ, പൈലോറിക് സ്ഫിങ്ക്റ്റർ എന്നാണ് പറയുക. ദാറ്റ് ഈസ് ആക്ച്വലി റെഗുലേറ്റിംഗ് ദ പാസേജ് ഓഫ് ഫുഡ് ഫ്രം ദ സ്റ്റൊമക്ക് ഇൻ ടു ദ ഡിയോഡിനം. അത് റെഗുലേറ്റഡ് ആണ്. നമ്മുടെ കേസിൽ പറയാം, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 5 മണിക്കൂർ വരെ സ്റ്റൊമക്കിൽ ഭക്ഷണം നിലനിൽക്കും. അവിടെ വെച്ച് കുറേ ഡൈജഷനൊക്കെ നടന്നിട്ടാണ് ഡിയോഡിനത്തിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ഗേറ്റ് ഉണ്ടാവണം. ആ ഗേറ്റിന് പറയുന്ന പേരാണ് പൈലോറിക് സ്ഫിങ്ക്റ്റർ എന്നുള്ളത്. അത് നമ്മുടെ കേസിലും ഉണ്ട് എന്നുള്ളത്. ഈസോഫാഗിയൽ സ്ഫിങ്ക്റ്റർ നമ്മുടെ കേസിലുണ്ട്, പൈലോറിക് സ്ഫിങ്ക്റ്ററും നമ്മുടെ കേസിലുണ്ട്. അപ്പം പൈലോറിക് സ്ഫിങ്ക്റ്റർ ഗാർഡ് ചെയ്യുന്നു സ്റ്റൊമക്കിനെ ആൻഡ് ആക്ച്വലി ഓപ്പൺസ് ഇൻ ടു ദി ഇൻറ്റസ്റ്റൈൻ. ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് നാരോ കോയിൽഡ് ട്യൂബ് നമ്മുടെ കേസിലുള്ളത് പോലെ. ആൻഡ് ദ സ്മോൾ ആൻറ്റീരിയർ യു ഷേപ്ഡ് പാർട്ടിനെയാണ് നമ്മൾ അത് വിളിക്കുന്നത് ഡിയോഡിനം. നമ്മൾ യു ഷേപ്ഡ് എന്നോ അല്ലെങ്കിൽ സി ഷേപ്ഡ് എന്നോ ഒക്കെ പറയുന്നതാണ്. അപ്പം യു ഷേപ്ഡ് ഡിയോഡിനം ദാറ്റ് ഈസ് ആക്ച്വലി റിസീവിങ് ദ ബൈൽ ആൻഡ് പാങ്ക്രിയാറ്റിക് ഡക്ട്. സോ പാങ്ക്രിയാറ്റിക് ജ്യൂസും ബൈലും കൂടെ എന്ത് ചെയ്യുന്നു? ഈ ഹെപ്പറ്റോ പാങ്ക്രിയാറ്റിക് ഡക്ട്, ഈ ബൈൽ ഡക്ട് എന്ത് ചെയ്യും? പാങ്ക്രിയാറ്റിക് ഡക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഹെപ്പറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ് ആയിട്ടാണ് ഈ ഡിയോഡിനത്തിൻ്റെ ഈ റീജിയനിലേക്ക് ഓപ്പൺ ആവുന്നത്. അപ്പം ബൈൽ ജ്യൂസും ഉണ്ടാവും അവിടെ, പാങ്ക്രിയാറ്റിക് ജ്യൂസും ഉണ്ടാവും. അതിൻ്റെ രണ്ടിനെയും ഫംഗ്ഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. സിമിലർ ഫംഗ്ഷൻസ് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ദ ലോങ്ങർ പോസ്റ്റീരിയർ ആൻഡ് മച്ച് കോയിൽഡ് ഇലിയം ലീഡ്സ് ഇൻ ടു ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇപ്പോൾ 2 റീജിയൻസ് ആണ് ഡിയോഡിനം, ഇലിയം. ക്ലിയർ ആണല്ലോ? ഡിയോഡിനം, ഇലിയം. ഓക്കെ, ഇപ്പം ഡിയോഡിനം, ഇലിയം ആണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ 2 റീജിയൻ എന്ന് പറയുന്നത്. നൗ ഈ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലിയത്തിൻ്റെയും ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് ഓപ്പണിങ്ങിൻ്റെയും ജംഗ്ഷനിൽ യു ക്യാൻ ഫൈൻഡ് എ സ്മോൾ ബ്ലൈൻഡ് സ്ട്രക്ചർ കോൾഡ് സീക്കം. നമ്മളതേ സ്ട്രക്ചർ തന്നെ. ഓക്കെ, നമുക്ക് നമ്മുടെ കേസിൽ നമ്മൾ കണ്ടില്ലേ സീക്കം, ഹെപ്പാറ്റിക് സീക്കം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം സീക്കം ഇസ് ദർ. ഓക്കെ, ഇപ്പം സീക്കം ഉണ്ട്. അപ്പം ബാക്ടീരിയനെയൊക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചർ. നൗ അതായത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്ടീരിയനെ. കമ്മിങ് ടു ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ എടുക്കുകയാണെങ്കിൽ റെക്ടം എന്നുള്ള ഒരു സിംഗിൾ പേരിൽ നോക്കിയാൽ നിങ്ങൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി റെക്ടം സ്ട്രക്ചർ. നമ്മുടെ കേസിലാണെങ്കിൽ എന്തുണ്ട്? ട്രാൻസ്വേഴ്സ്, അസെൻഡിങ്, എല്ലാം ഓർമ്മ ഉണ്ടോ? അസെൻഡിങ്, ട്രാൻസ്വേഴ്സ്, ഡിസെൻഡിങ്. Then rectum is there. Okay, so colon എന്ന് പറയുന്നത് ഇല്ല. അസെൻഡിങ്, ഡിസെൻഡിങ്, അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ്, കോളൻ, അത് അങ്ങനെ ഒരു സംഗതി ഇല്ല. സിക്കം ഉണ്ട് പക്ഷെ കോളൻ ഇല്ല. ദെൻ റെക്ടം ഉണ്ട്. അപ്പം ഇതുകൊണ്ട് തന്നെ ഇതിനെ നേരിട്ട്
റെക്ടം എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. ഓക്കെ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഓർ റെക്ടം എന്നുള്ള പേര് വരാൻ കാരണം എന്താണ്? ബിക്കോസ് ദ കോളൻ ഈസ് ലാക്കിംഗ്. ഓക്കെ, സോ ഈ ട്യൂബ് എന്ത് ചെയ്യുന്നു? ഡയറക്ട്ലി റെക്ടം എന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി ഡയറക്ട്ലി ഓപ്പണിംഗ് ഇൻ ടു ദി ക്ലോയേക്ക. ഇത് ക്ലോയേക്കയാണ്. ഈ റീജിയൻ ആണ് ക്ലോയേക്ക എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, യൂറിനറി ബ്ലാഡറും ക്ലോയേക്കയിൽ ഓപ്പൺ ചെയ്യും. സോ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇവിടെ കാണിച്ചിട്ടില്ല. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും ഈ ക്ലോയേക്കൽ റീജിയനിലേക്കാണ് ഓപ്പൺ ചെയ്യുക. അതിന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിങ്ങൾ ഒരു ട്രാൻസ്ഫർ സ്ലിറ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ക്ലോയേക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദ സ്മോൾ ട്രൈപാർട്ടേറ്റ് ക്ലോയേക്ക. ട്രൈപാർട്ടേറ്റ് എന്ന് പറയാൻ കാരണം അതിന് 3 റീജിയൻസ് ആണുള്ളത്. ഒരാൾ എവിടെയാണ്? യൂറിനറി ബ്ലാഡറിന്റെ റീജിയൻ ആണ്. രണ്ടാമത്തത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ റീജിയൻ ആണ്. മൂന്നാമത്തെ റീജിയൻ എന്ന് പറയുന്നത് പ്രോക്ടോഡേം ആണ്. ഓക്കെ, സോ ദ ആന്റീരിയർ റീജിയൻ ടു വിച്ച് ദീസ് റെക്ടം ഓപ്പൺസ് ഈസ് നോൺ ആസ് ദി ആന്റീരിയർ കോപ്രോഡിയം. ദെൻ യൂറിനോജെനേറ്റൽ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്നതിനാണ് മിഡിൽ യൂറോഡിയം എന്ന് പറയുന്നത്. ക്ലോയേക്കൽ അപ്പേർച്ചറിന്റെ റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോക്ടോഡിയം എന്ന് വിളിക്കുന്നത്. സോ കോപ്രോഡിയം, middle urodium and the posterior proctodium. Okay, so the later will be, proctodium will be opening to the exterior by cloacal aperture. അങ്ങനെ 3 റീജിയൻസ് ആണുള്ളത്. ഡൈജസ്റ്റീവ് സിസ്റ്റം റെക്ടം ഓപ്പൺ ചെയ്യുന്നത് ആന്റീരിയർ കോപ്രോഡിയത്തിലേക്കാണ്. യൂറിനോജെനേറ്റൽ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്നത് മിഡിൽ യൂറോഡിയത്തിലേക്കാണ്. ആൻഡ് അത് രണ്ടും കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പോസ്റ്റീരിയർ മോസ്റ്റ് പോർഷൻ പറയുന്ന പേരാണ് പോസ്റ്റീരിയർ പ്രോക്ടോഡിയം എന്നുള്ളത്. ദാറ്റ് ഈസ് ആക്ച്വലി ഓപ്പണിംഗ് ഔട്ട്സൈഡ് ത്രൂ ദി ക്ലോയേക്കൽ അപ്പേർച്ചർ. അതാണ് ഈ കാണുന്ന ക്ലോയേക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോയേക്കൽ അപ്പേർച്ചർ. നൗ ദ എൻറ്റയർ എലിമെന്ററി കനാൽ, ഡെഫിനറ്റ്ലി എല്ലാ ഇന്റേണൽ ഓർഗാൻസും എന്ത് ചെയ്തിട്ടുണ്ട്? പെരിറ്റോണിയം വെച്ച് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ബോഡി വാൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. സോ എൻറ്റയർ എലിമെന്ററി കനാൽ ഈസ് ഹെൽഡ് ഇൻ പൊസിഷൻ വിത്ത് ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോൾഡ്സ് ഓഫ് പെരിറ്റോണിയം. അപ്പം അതിന് ഓരോ റീജിയനിലെയും ഓരോ പേരാണുള്ളത്. സ്റ്റൊമക്കിന്റെ കേസിൽ ബോഡി വാളുമായിട്ട് ഈ പെരിറ്റോണിയൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? മീസോഗാസ്റ്റർ എന്നാണ് വിളിക്കുക. സോ സ്റ്റൊമക്ക് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദ ബോഡി വാൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മീസോഗാസ്റ്റർ. ഇലിയം എന്ന് പറയുന്നത് മിസെൻട്രി എന്ന് പറയുന്ന പെരിറ്റോണിയൽ ലെയറുമായിട്ടാണ്. പെരിറ്റോണിയൽ ലെയർ ആണ് ബോഡി വാളായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ദെൻ റെക്ടം ബൈ മിസോർക്കിയം. ക്ലിയർ ആണല്ലോ? എൻറ്റയർ എലിമെന്ററി കനാൽ ഈസ് ഹെൽഡ് ഇൻ പൊസിഷൻ വിത്ത് ദ ബോഡി wall with the help of fold of peritoneum. At the stomach region it is known as the mesogaster. At the ileum region it is known as the mesentery, and the rectal region it is known as the mesorchium. ക്ലിയർ ആണല്ലോ? റെക്ടൽ റീജിയനിൽ മീസോർക്കിയം റെക്ടം ആണ്. ഇവിടെ ഞാൻ ക്യാപിറ്റൽ R ചേർക്കുമ്പോൾ സ്മോൾ r ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഓക്കെ, റെക്ടം, മിസോർക്കിയം, മിസോവേറിയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ടെസ്റ്റിസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിസോർക്കിയവും ഓവറി കണക്ട് ചെയ്യാൻ ബോഡി വാളായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മിസോവേറിയവും നമ്മൾ +2 പഠിച്ചതാണ്. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് റീകോൾ ചെയ്യാം. Now coming back to the digestive glands. Digestive structure നിങ്ങൾ എലിമെന്ററി കനാലിന്റെ സ്ട്രക്ചർ പഠിച്ചു. രണ്ടാമത്തെ പാർട്ടാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഡൈജസ്റ്റീവ് ഗ്ലാൻസിന്റെ കേസിൽ മെയിൻ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്ന് പറയുന്നത് ഇത് 2 മാർക്കിന് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആയിട്ട് ചോദിക്കുള്ളൂ. കൂടുതൽ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവില്ല. 5 മാർക്കിന് ഡൈജസ്റ്റീവ് സിസ്റ്റം ചോദിക്കും. ഓക്കെ, അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രാം കൃത്യമായിട്ട് ഉണ്ടാവണം. ഇനി ഇത് തന്നെ 11 മാർക്കിന് ചോദിച്ചേക്കാം. സെയിം കണ്ടന്റ് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. Okay, so digestive glands include salivary and mucous glands, gastric glands, liver and pancreas, then intestinal glands. Okay, so stomach എടുക്കുകയാണെങ്കിൽ സ്റ്റൊമക്കിലെ gastric glands കാണാൻ വേണ്ടിയിട്ട് പറ്റും. They are provided with a large number of unicellular glands. ഒന്നാമത്തേത് എന്ന് പറയുന്നത് parietal glands ആണ്, that is secreting the hydrochloric acid. Gastric gland which is secreting the digestive enzymes. മറന്നു പോകരുത്, സ്റ്റൊമക്കിലുള്ള gastric glandsൽ 2 ടൈപ്പ് ഉണ്ടാവും. ഒന്ന് gastric gland എന്നുള്ള പേരിൽ തന്നെ എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നതിനെ വിളിക്കും നമ്മൾ. രണ്ടാമത്തത് parietal unicellular glands ആണ്, that is actually secreting the hydrochloric acid. നമ്മുടെ കേസിലും parietal cells തന്നെയാണ് hydrochloric acid സെക്രീറ്റ് ചെയ്യുന്നത്. Now pancreas is there. pancreas എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, സ്റ്റൊമക്കിന്റെ ലോവർ പോർഷനിൽ ഡിയോഡിനത്തിന്റെ ബിഗിനിങ്ങിലും ആയിട്ട് ഇങ്ങനെ ഒരു വി ഷേപ്ഡ് ആയിട്ട് നിൽക്കുന്ന സ്ട്രക്ചർ ആണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. നമ്മളതുപോലെ ഡിയോഡിനത്തിന്റെ സി എന്ന് പറയുന്ന വളവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളല്ല. Okay, so pancreas is an elongated white structure lying in the mesentery between the stomach and the duodenum. So alkaline secretions are that is actually drained into the duodenum through hepatic
ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ്. ബൈൽ ഡക്റ്റും അതുപോലെ തന്നെ പാങ്ക്രിയാറ്റിക് ഡക്റ്റും കൂടെ ജോയിൻ ചെയ്തിട്ട് ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ് ഉണ്ടാവും. അതാണ് ഡ്യൂഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. നൗ ലിവറിലേക്ക് വരികയാണെങ്കിൽ ലിവർ എന്താണ്? ഇറ്റ്സ് എ കമ്പാരിറ്റീവ്ലി മാസീവ് സ്ട്രക്ചർ. ഏതൊരു ഓർഗാനിസം എടുക്കുകയാണെങ്കിലും വെർട്ടിബ്രേറ്റ്സ് എടുക്കുകയാണെങ്കിലും ലാർജസ്റ്റ് ഗ്ലാൻഡ് ഈസ് നത്തിങ് ബട്ട് ദ ലിവർ. അത് നിങ്ങൾ പണ്ടേ പഠിച്ചതാണ്. Okay, so it's a massive structure compared to the other part of the digestive system. So it's brownish and bilobed, right and left lobe ഇതിന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ട്രൈലോബ്ഡ് അല്ല, ബൈലോബ്ഡ് ആണ്. The upper margin of the liver and tip of the ventricle are connected with the tip of the ventricle. അതായത് ഹാർട്ടിന്റെ ലോവർ പോർഷനും ലിവറിന്റെ അപ്പർ പോർഷനും കണക്ട് ചെയ്തേക്കുന്നു. ആൻഡ് ദേ ആർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗുബർണക്കുലം കോർഡിസ്. മറന്നുപോയത്, ഹാർട്ടിന്റെ ലോവർ പോർഷൻ ആയിട്ടുള്ള വെൻട്രിക്കിള് ലിവറിന്റെ അപ്പർ പോർഷനുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതിന് പറയുന്ന പേര്, ആ ഒരു ടെൻഡന് പറയുന്ന പേരാണ് ഗുബർണക്കുലം കോർഡിസ്. ഇത് ഹാർട്ടിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യും, ഓർമ്മിക്കണം, ഗുബർണക്കുലം കോർഡിസ്. Now a small rounded gallbladder is embedded in its right lobe. Okay, small rounded gallbladder. You can find the gallbladder here. ഓക്കെ, അപ്പോൾ ഗാൾ ബ്ലാഡർ സിസ്റ്റിക് ഡക്റ്റ് ആണ് ഗാൾ ബ്ലാഡറിലേക്ക് ഈ പറയുന്ന ബൈലിനെ കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പം ആൽക്കലൈൻ ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ is stored by gallbladder and is poured into the duodenum through a small bile duct. അപ്പോൾ ബൈൽ ഡക്റ്റ് പാങ്ക്രിയാറ്റിക് ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഹെപ്പറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ് ആയിട്ട് മാറുന്നത് ഓർമ്മിക്കുക. ലിവറിന്റെ ലോബിൽ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ ഡക്റ്റിലേക്ക് ബൈല് ഗാൾ ബ്ലാഡറിലേക്ക് പോകുന്നത് സിസ്റ്റിക് ഡക്റ്റ് വഴിയാണ് എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പം റൈറ്റും ലെഫ്റ്റും സിസ്റ്റിക് ഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഹിയർ. Right and left cystic duct that will be joining with the gallbladder, and then from gallbladder it is again going back to outside through the bile duct. So അതേ ഉള്ളൂ ഇതിൻ്റെ കേസിൽ. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് അടുത്തത് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. അത് പിന്നീട് കാണാം. അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 5 മാർക്കിനാണ് സാധാരണയായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം ചോദിക്കാറ്. ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡയഗ്രാം മസ്റ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഈ ഡയഗ്രാം വരയ്ക്കുക, അല്ലെങ്കിൽ ബുക്ക് നോക്കിയിട്ട് ഈ ഡയഗ്രാം കൃത്യമായിട്ട് വരയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഡയഗ്രാം കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടാവണം. രണ്ട് പാർട്ട് സ്ട്രക്ചറൽ വേസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഏതൊക്കെയാണെന്നും എലിമെന്ററി കനാലിന്റെ പോർഷൻസ് ഏതൊക്കെയാണെന്നും. അടുത്തത് ഡൈജഷൻ ആണ്. ഡൈജഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നിങ്ങളുടെ കേസിൽ എന്തൊക്കെയാണോ ഡൈജഷൻ നടക്കുന്നത് സെയിം മെക്കാനിസം പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക എന്തായിരിക്കും? പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ഉണ്ടാവും, വളരെ കുറച്ച് അമൈലേസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ആ ഡൈജഷൻ നടക്കും. സലൈവറി ഗ്ലാൻസിലും നടക്കുന്നതാണ് സലൈവറി അമൈലേസ് വെച്ചിട്ടുള്ള ഡൈജഷനാണ്. അത് കഴിഞ്ഞ് ബൈലിന്റെ പണി എന്താണ്? ഫാറ്റ് ഡ്രോപ്ലെറ്റ്സിനെ ബിഗർ വണ്ണിനെ സ്മോളർ വണ്ണാക്കി മാറ്റുക എന്നുള്ളതാണ്. പാങ്ക്രിയാറ്റിക് ജ്യൂസ് ചെയ്യുന്നത് ഫർദർ ഡൈജഷൻ ആണ്. സ്റ്റൊമക്കിൽ വെച്ച് ഡൈജഷൻ നടന്നതിനെ കുറച്ച് കൂടെ നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് സിമ്പിൾ കമ്പോണൻസ് ആക്കി മാറ്റുക എന്നതാണ്. ബൈലിന്റെ സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഫുഡാണ് വരുന്നത്. ആ ഫുഡിനെ എന്ത് ചെയ്യണം? തിരിച്ച് നോർമൽ പി എച്ചിലേക്ക്, ആൽക്കലൈൻ പി എച്ചിലേക്ക് മാറ്റണം. അങ്ങനെ ബൈകാർബണേറ്റ് അയോൺസ് റിച്ച് ആയിട്ടുള്ള സെക്രീഷൻ ആണ് ഈ പറയുന്ന ബൈൽ എന്ന് പറയുന്നത്. ഈവൻ പാങ്ക്രിയാറ്റിക് ജ്യൂസിലും ഈ ആൽക്കലൈൻ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബൈകാർബണേറ്റ് അയോൺസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷനും കൂടെ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഓക്കെ, ഇപ്പം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യും. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് വാട്ടറിന്റെ അബ്സോർപ്ഷൻ നടക്കും. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് തന്നെ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസും നടക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എഴുതേണ്ടതുള്ളൂ. So that's about the digestive glands of the Carotis versicolor.